ഗുഡ് മോർണിംഗ്. ക്രേസ് കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങളൊരു ട്രാവലിംഗ് വ്ലോഗ് ചെയ്യാണ്. ട്രാവലിംഗ് വ്ലോഗ് എന്ന് പറയുമ്പോൾ വലിയ ദൂരെയുള്ള സ്ഥലങ്ങളോ ടൂറിസ്റ്റ് പ്ലേസിനൊന്നും വിശേഷിപ്പിക്കാൻ പറ്റുമോ അറിയില്ല കേട്ടോ. അത് ഓണം വെക്കേഷൻ ആയിട്ട് പ്രത്യേകിച്ച് ദൂരെ എങ്ങും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ അടുത്ത് തന്നെ കുറെ നല്ല സ്ഥലങ്ങളുള്ളപ്പോ എന്തിനാണ് ഈ ദൂരേക്കൊക്കെ പോണേന്ന് വിചാരിച്ചു. അങ്ങനെ തൊടുപുഴയ്ക്ക് അടുത്തുള്ള ഒരു മനോഹാരിത നിറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ആനയടിക്കുത്തിലേക്കാണ്. അപ്പൊ നമുക്ക് പോകുന്ന വഴിക്കുള്ള ചില കാഴ്ചകളും ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട്. അങ്ങനെ നമ്മള് ആനയടിക്കുത്ത് വാട്ടർഫോളിന്റെ തൊട്ട് താഴെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് ഇപ്പൊ ഉള്ളത് കേട്ടോ. ഇന്ന് നല്ല തിരക്കാണ്, സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം അല്ലെ. ചെറുതായിട്ട് മഴയും പൊടിയുന്നുണ്ട്. അങ്ങനെ നമ്മള് ആനയടിക്കുത്ത് വാട്ടർഫോളിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇത്. ഒരു വീടിന്റെ തന്നെ പറമ്പാണെന്ന് തോന്നുന്നു. ആ റബ്ബർ തോട്ടത്തിൽ കൂടെ നടന്നു വേണം നമുക്ക് പോവാനായിട്ട്. ബാക്കിൽ മുഴുവൻ നോക്കി തിരക്കാ, വണ്ടികളും ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാവരും എക്സ്ട്രാ ഡ്രസ്സൊക്കെ ആയിട്ടാണ് കേട്ടോ ഇവിടേക്ക് വന്നിട്ടുള്ളത്. കാരണം ഇവിടെ അങ്ങനെ ഒരു അപകടം പിടിച്ച വാട്ടർഫോൾ ഒന്നും അല്ല. ഇറങ്ങി കുളിക്കാം, സേഫ് ആണ്. ഇപ്പം അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടെന്നാണ് നമ്മൾ കേട്ടത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. അത്യാവശ്യം ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ കയറി പകുതി വഴി വരെ എത്തിട്ടോ. ഇനി ഇതേ മുകളിലേക്ക് കയറാനായിട്ടുണ്ട്. താഴേക്ക് നമ്മൾ വന്ന വഴികളൊക്കെ ദേ ഇതിലൊന്ന് നോക്കിക്കേ, അടിപൊളിയാണ് കേട്ടോ. വീണ്ടും നമുക്ക് മുകളിലേക്ക് പോവാം. നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോ ദേ അതിന്റെ പേരെന്താന്നൊന്നും അറിയില്ല. അതല്ല, ലാബ് പോലത്തെ അതിനെ കൊണ്ട് വന്നിട്ടാണ്. അതിനൊന്ന് കാണിച്ചു കൊടുക്കുന്നത് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മള് ആനയടിക്കുത്തിൽ എത്തിയിട്ടുണ്ട്. ഏറ്റവും മുകളില് പാറപ്പുറത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. കുറച്ചുകൂടി അങ്ങോട്ട് നടന്നു പോയാലാണ് നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ അവിടേക്ക് എത്തുള്ളൂ. അപ്പൊ ഇങ്ങോട്ടുള്ള റൂട്ട് എങ്ങനെയാന്നുള്ളത് സ്റ്റെപ്പ് കയറിയിട്ടേ പാറപ്പുറത്ത് കയറിയിട്ട് കിതയ്ക്കുന്നു. കാരണം ഇത്ര വലിയ മലയും കയറ്റങ്ങളൊന്നും ഇപ്പൊ അടുത്തിടെ കയറിയിട്ടില്ലല്ലോ. അപ്പൊ പ്രേം പറയും എങ്ങനെയാണ് ഇവിടെ റൂട്ട്? നമ്മൾ ഇങ്ങോട്ട് വന്നത് മൂവാറ്റുപുഴന്ന്. നീ അറിയില്ല നിനക്ക് റൂട്ട്? അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ടാ. അങ്ങനെ നമ്മള് ആനയടിക്കുത്തിന്റെ ഏറ്റവും മുകൾ ഭാഗമല്ല, ജസ്റ്റ് കയറി വന്നപ്പോ ഉള്ള ഒരു പാറപ്പുറത്ത് ഇവിടെ നിൽക്കുകയാണ്. ഒരു ഇടവഴിയാണ് നമുക്ക് അതിലേക്ക് നടന്നു പോകാനായിട്ടുള്ളത് കേട്ടോ. അപ്പൊ അവിടെ മുഴുവൻ തിരക്കാണ്, ഓരോരുത്തർ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. വാട്ടർഫോൾസിന്റെ അടുത്തെത്തിയിട്ട് നല്ല തിരക്കുണ്ട് ഇന്ന് ഇവിടെ. പറഞ്ഞില്ല നേരത്തെ, സൺഡേ ആയതുകൊണ്ടും വെക്കേഷൻ തീരുന്നതിന്റെ ഒക്കെ ആയിരിക്കാം. പിന്നെ നല്ല മഴക്കാറ്, ചെറിയ മഴയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും മുകളിലിരിക്കുന്ന ആളുകളെ കാണുന്നുണ്ടോ? ഇല്ല, അതിന്റെ ഏറ്റവും മുകളിലുണ്ട്, താഴെയുണ്ട്. നിറയെ ആളുകളാണ് കേട്ടോ. വളരെ സേഫ് ആണ്, അതാണ് ഇത്രയും ആളുകൾ കണ്ടോ. ഫാമിലി ആയിട്ടാണ്. ഞാൻ പറയണ എന്തെങ്കിലും കേൾക്കുമെന്ന് അറിയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ഉണ്ടാവും. എനിക്ക് വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ. വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കാരണം ഒന്നും പറയണ കേട്ടില്ലായിരിക്കും അല്ലേ. ഒരു ചാനലൊക്കെ ഉണ്ടായിരുന്നു, തരാം, ലിങ്ക് തരാം.
നമ്മളെ എക്സ്ട്രാ ജോഡി ഡ്രസ്സും കൊണ്ടൊന്നും അല്ലാട്ടോ വന്നേക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് കാണുക, നിങ്ങളെ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരിക എന്ന് വെച്ചിട്ടായിരുന്നു. ശരിക്കും ഒരു ഉച്ചയോടൊക്കെ കൂടി വരികയാണെങ്കിൽ ഉണ്ടല്ലോ, വെയിലുള്ള സമയത്താണെങ്കിൽ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ അല്ല, ഇവിടെ ഇപ്പം വെയിലും മഴയൊന്നും പ്രശ്നം എല്ലാവർക്കും. ഇവിടെ വന്നു കഴിയുമ്പോഴേ നമുക്ക് എക്സ്ട്രാ ജോഡി ഡ്രസ്സൊക്കെ എടുത്തിട്ട് കാര്യം വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാലും ഡ്രസ്സ് മാറാനൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങള്, വാഷ്റൂം ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ചെറിയ സ്നാക്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന കട അതേ തൊട്ട് പുറകിലുണ്ട്. അതിന്റെ താഴെയായിട്ട് നമ്മൾ ഇറങ്ങി വരുമ്പോ അത്യാവശ്യം ഇപ്പൊ നൂഡിൽസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലഘുകടികളൊക്കെ കഴിക്കണമെങ്കിൽ അവിടെ നിന്ന് കഴിക്കുകയും ചെയ്യാം. ഇവിടെ വാഷ്റൂം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 10 രൂപ പേ ചെയ്തിട്ട് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് താഴേക്ക് ആനയടിക്കുത്തിന്റെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയില്ലേ, അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും ടോപ്പിൽ നമുക്ക് പോകാനായിട്ട് പറ്റും. അതായത് ആ വാട്ടർഫോൾസിന്റെ തുടങ്ങുന്ന ആ ഒരു ഭാഗമുണ്ട്, അവിടെ മുകളിലും ചുറ്റും പാറകളാണ്. ആ പോകുന്ന വഴിയാണിത്. അതായത് താഴെ കൂടിയുള്ള വഴി നേരെ നമുക്ക് അവിടെ പോയിട്ട് സേഫ് ആയിട്ട് കുളിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ. ശരിക്കും പറഞ്ഞാണ്ടല്ലോ പ്രേം, പാതിരപ്പള്ളി അങ്ങനെയുള്ള വലിയ അത്യാവശ്യം വലിയ വാട്ടർഫോൾസ് ഒക്കെ നമ്മൾ പോവില്ലേ, അവിടേക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ കാണാനുള്ള ഭംഗിയെന്നല്ലാതെ ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ വെള്ളത്തിലേക്ക് ഇറങ്ങി ഇത്രയും സേഫ് ആയിട്ട്. പിന്നെ പൊതുവെ നമ്മൾ വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും പേടിയാണ്. കാരണം അതെ, കാരണം എന്താന്ന് വെച്ചാൽ അപകടങ്ങളാണ് കൂടുതൽ. നമ്മളും അങ്ങനെ തന്നെ പറയൂലേ, എവിടെയും വെള്ളച്ചാട്ടത്തിൽ ചെല്ലുമ്പോ ഈ സ്റ്റെപ്പ് കയറി പോകുമ്പോ ഈ വാട്ടർഫോൾസിന്റെ തുടങ്ങുന്ന ഭാഗം ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റില്ല. ആ ഒരു ഇതിന്റെ സ്റ്റാർട്ടിങ് ആ ടോപ്പില് എത്താനായിട്ട് പറ്റും. അതിന്റെ മുകളിൽ ഒരു ചെറിയൊരു പാലം പോലെ കൈവരിയായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് അത് കാണാനൊക്കെ ആയിട്ട് പറ്റും. കുറേ മുകളിലേക്ക് പോണം. അത്യാവശ്യം കയറ്റവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മടിയില്ലാതെ ഇതൊക്കെ കേറി പോകാൻ പറ്റുന്നവർക്ക് അടിപൊളിയായിരിക്കും. ഞങ്ങൾ ഇത്തിരി മടിയുള്ള കൂട്ടത്തില്ല. ഞങ്ങളല്ല, ഞാൻ. പോണോ ഫ്രണ്ട്? കുറെ ഉണ്ടോ? കിതപ്പാണ്. അങ്ങനെ നമ്മളെ സ്റ്റെപ്പ് എല്ലാം കേറി വന്നു കഴിയുമ്പോ കാണുന്ന സീനാണിത്. സൂപ്പർ അല്ലേ? ഈ ഒരു ഭാഗമാണ് ഇവിടുത്തെ ഏറ്റവും ടോപ്പ് കേട്ടോ, ആനയടിക്കുത്തിന്റെ. ആനയടിക്കുത്തോ ആന ചാടിക്കുത്തോ, ശരിക്കും രണ്ടും അവിടെ പറയുന്നുണ്ട്. നോക്കിക്കേ പ്രേം, അതിന്റെ മുകളില് വീടുകൾ കണ്ടോ? ഏറ്റവും ആ പാറയുടെ ടോപ്പിലായിട്ട് 2 വീടുകളുണ്ട്. ഇപ്പോഴത്തെ ഞാൻ ലക്ഷ്യമിട്ടേക്കണ അതൊന്നും അല്ല. അതിന്റെ താഴെ ഒരു നീല പടുതയൊക്കെ കെട്ടി ചെറിയൊരു കട, 2 ചേച്ചിമാരുടെയാണ്. നമുക്ക് അവിടെ പോയിട്ടേ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കാം. അപ്പൊ അതിലേക്ക് പോകുന്ന വഴിയും അപ്പുറത്തേക്ക് കടക്കാനായിട്ട് നമുക്ക് ദേ ഈ വഴി പോവുകയും ചെയ്യാം. വൈകുന്നേരത്തെ നേരങ്ങളിലൊക്കെ വന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കേട്ടോ. കമ്മൻകുത്തിലുള്ള ഹോട്ടൽ മലബാർ കിച്ചൺ സൈഡിൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയും വരുന്നവർക്ക് ഇതുപോലെ പരസ്യം പിടിക്കാനൊക്കെ ആയിട്ട് ചായയൊക്കെ കിട്ടുന്നോണ്ട് നമുക്ക് ചായയൊക്കെ കുടിച്ചിരിക്കാം കുറച്ച് സമയം. ഞാനത് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ മറ്റുള്ള വ്യൂ നോക്കും. അത്ര മറ്റേ പൈനാപ്പിൾ തോട്ടവും നമ്മുടെ വണ്ണപ്പുറത്തെ കാളിയർ, നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ പൈനാപ്പിൾ തോട്ടം, അതിന്റെ അതിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. അടിപൊളിയാണ് കേട്ടോ. താഴെ ഇതുപോലെ പാറയിൽ കൂടി നടക്കുമ്പോ സൂക്ഷിക്കണേ, അതായത് നല്ല വഴുക്കലുണ്ട്. ഒന്നും പറയാനില്ല കേട്ടോ, കിഡ് പ്ലേസ് ആണ്, അടിപൊളിയാണ്. അതെ, ഇവിടെ നിന്നുള്ളതൊക്കെ കണ്ടോ? രണ്ട് ചായ വേണം. രണ്ട് ചായ പറഞ്ഞു.
പഴംപൊരി ഉണ്ട്, കുമ്പിളപ്പം, ഇലയപ്പം എന്നൊക്കെ പറയും, അതുണ്ട്. മുട്ട പുഴുങ്ങി വെച്ചേക്കണതാ. എന്താ പറയണ? ചായയോ? എനിക്ക് ചായയും ഈ പഴംപൊരി. ഇപ്പൊ ഈ ഓണാവധി ആയതുകൊണ്ടാണ് ഇങ്ങനെ. ആ, വെള്ളമുള്ള സമയത്തല്ലേ. ഇന്നലെ ഒരു വെയിൽ കണ്ടുള്ളൂ, അപ്പത്തേക്കും വെള്ളം കുറഞ്ഞത്. ആ, ഈ വേനലാകുമ്പത്തേക്കും വെള്ളം കുറയും. ഇവിടെയുള്ള വീടാണോ നിങ്ങളുടെ? ആ, അപ്പൊ എന്തിനേലൊക്കെ താഴേക്ക് പോണെങ്കിൽ ഈ വഴി തന്നെ പോണം അല്ലേ? ആ, ഞങ്ങളങ്ങനെ ചായയൊക്കെ കുടിച്ച് പാറപ്പുറത്ത് ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് കുറെ വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ലാസ്റ്റ് നോക്കിയപ്പോ എന്താ, വീണ്ടും റെക്കോർഡിംഗ് വർക്ക് ആവുന്നില്ലായിരുന്നു. അപ്പൊ വീണ്ടും ആ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. അത് മറ്റൊന്നുമല്ല കേട്ടോ, നമ്മളിതേ ഇവിടുന്ന് ചായ കുടിച്ചത് ആ ഏറ്റവും മുകളിൽ കാണുന്ന ഒരു വീടാണ് അവരുടെ എന്നാ പറഞ്ഞേ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവിടേക്ക് റോഡ് സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഈ പാറ മുഴുവൻ ഈ സാധനങ്ങൾ കയറ്റിയാണ് ചുമന്ന് വേണം അവർക്ക് ഇവിടെ വന്നിട്ട് ഈ പറയുന്ന ആളുകളുള്ള സമയത്ത് മാത്രമേ അവർക്ക് എന്തെങ്കിലും കച്ചവടം ഉള്ളൂ. എന്നുവെച്ചാൽ മഴ വരുമ്പോ മാത്രമാണ് ഇവിടെ വെള്ളമുള്ളൂ. അപ്പൊ ചെറുതായിട്ടൊന്ന് മഴ ഇന്നലെ കുറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ വെള്ളം ഒന്ന് കുറഞ്ഞു എന്നാണ് അവര് പറയണത്. അപ്പൊ ഇതിപ്പോ ഓണം വെക്കേഷൻ ടൈം ആയതുകൊണ്ടും ഇനിയിപ്പോ സൺഡേ ഒക്കെ ആയതുകൊണ്ടും ആയിരിക്കാം ഇന്ന് അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. നോക്ക്, നല്ല സൂപ്പർ അല്ലേ അവിടേക്ക് നോക്കിക്കേ. നല്ല എന്താ പറയുന്നേ, കുട്ടികൾക്കൊക്കെ ഏറ്റവും സേഫ് ആണ് ഇവിടെയും കേട്ടോ. താഴെ നല്ല തിരക്കായതുകൊണ്ടാണ് ആ കുട്ടികളൊക്കെ ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ളത്. രണ്ട് സൈഡിലും മരങ്ങളും. അങ്ങനെ ഞങ്ങളുടെ ആനയടിക്കുത്തിന്റെ കാഴ്ചകളൊക്കെ തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാന്ന് വെച്ചിട്ടാണ്. ഉച്ചയ്ക്ക് മുമ്പൊക്കെ ഇവിടെ വരണേന്നുണ്ടെങ്കിൽ കുറെ കൂടിയൊക്കെ സമയം സ്പെൻഡ് ചെയ്യായിരുന്നു. ഇവര് പറഞ്ഞ 6 മണി വരെ ഇവിടെ ഉള്ളൂ. അപ്പോ ഏകദേശം സമയം ആവാറായിട്ടുണ്ട്. ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടാണ് അവിടുന്ന് പുറപ്പെട്ടത് തന്നെ കേട്ടോ. പക്ഷെ എന്നാലും ഈ ഒരു ക്ലൈമറ്റ് വളരെ നല്ലതാണ്. വെയിലും ഇല്ല എന്നാൽ മഴയും ഇല്ല, അടിപൊളിയാണ്. അപ്പൊ ഈ മനോഹര ദൃശ്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തന്നതിന് ശേഷം നമ്മളിനി മടങ്ങുകയാണ്. തൊമ്മൻകുത്ത് പോകണം എന്നുള്ള ഞങ്ങളുടെ ഒരു പ്ലാൻ തൽക്കാലം ഞങ്ങൾ ക്യാൻസൽ ചെയ്തു, സമയം കുറച്ചായി. അപ്പോ അത് മറ്റൊരു വീഡിയോയുമായിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ്, ലോ ഓഫ് അട്രാക്ഷൻ വീഡിയോസ്, മോട്ടിവേഷണൽ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പൊ പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ കണ്ടെന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുകയാണ് എങ്കിൽ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക്